കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരികയാണ്. ഇറാനെ അമേരിക്ക വളയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പോലും 10 മടങ്ങിരട്ടിയിൽ അമേരിക്കയുടെ യുദ്ധസാമഗ്രികൾ, അനേകം പടക്കപ്പൽ, ഡ്രോൺ യൂണിറ്റ്, ആന്റി ബാലിസ്റ്റിക് സംവിധാനം, ഫൈറ്റർ ജെറ്റുകളെല്ലാം ഗൾഫ് കടലിലേക്ക്. ഗൾഫിനെ ആയുധപുരയാക്കിയ US നീക്കം ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നത് തടയാൻ. റിപ്പോർട്ടിലേക്ക്. മിഡിൽ ഈസ്റ്റിൽ ഇറാനെ വളയുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ അഭൂതപൂർവമായിട്ടുള്ള നീക്കത്തിൽ ലോകം അമ്പരപ്പോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. ഈ യുദ്ധസന്നാഹം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തീർത്തതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അപ്പുറത്താണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തീർക്കുന്ന പുതിയ യുദ്ധസന്നാഹം. അതിൻ്റെ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ്. അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു സ്ക്വാഡിനെ അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു. മറ്റൊന്ന്, അമേരിക്കയുടെ ഡ്രോൺ വ്യൂഹത്തിൻ്റെ നിരവധി യൂണിറ്റുകളെ ഇറാൻ്റെ സമീപത്തേക്ക് അയച്ചിരിക്കുകയാണ്. ലോകത്തിലെ മറ്റു ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്ന ഏതാനും വിമാനവാഹിനികൾ അമേരിക്ക മിഡിൽ ഈസ്റ്റ് കടലിലേക്ക് നീക്കുകയാണ്. പെൻറ്റഗണാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ, സൈനിക വിന്യാസം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ്റെയും അതിൻ്റെ പ്രോക്സികളുടെയും, അതായത് ലെബനോനിലെയും സിറിയയിലെയും ഭീകര സംഘടനകളായിട്ടുള്ള ഹൂതികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് US സൈന്യത്തിൻ്റെ ഈ വമ്പിച്ച നീക്കം ഇപ്പോൾ നടത്തുന്നത് എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും വിന്യസിക്കുവാൻ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേലിന് കൂടുതൽ ആരോ 3 മിസൈൽ വ്യൂഹം അയൺ ഡോമുകൾ ഉടൻ കയറ്റി അയക്കുവാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് USS അബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് ലോകത്തിലെ തന്നെ വലിയ വിമാനവാഹിനി കപ്പലാണ്. ഇത് ഒമാൻ തീരത്തേക്ക് അയക്കാൻ അമേരിക്ക തീരുമാനിച്ചു. ഇപ്പോൾ അത് ഒമാൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പെൻറ്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒമാൻ കടൽ തീരത്ത് USS തിയോഡർ റൂസ്വെൽറ്റ് കാരിയർ സ്ട്രൈക്ക് നിലവിലവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ USS അബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്കിനെ അങ്ങോട്ട് അയക്കുന്നത്. അടുത്ത വർഷം വരെ ഇറാനെതിരായിട്ടുള്ള ഈ പത്മവ്യൂഹം പ്രതിരോധം നിലനിർത്തുമെന്നും ഇറാനെ ലക്ഷ്യം വെച്ച് നിലവിൽ കടലിലും കരയിലും തീർക്കുന്ന പ്രതിരോധം നിലനിർത്തും എന്നും അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനെ പത്മവ്യൂഹത്തിലിട്ട് നിർവീര്യമാക്കുക, യുദ്ധത്തിൽ നിന്നും പിന്മാറ്റുക, അങ്ങനെ ലോകത്തെ ഒരു മിഡിൽ ഈസ്റ്റിനെ യുദ്ധത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ യുദ്ധതന്ത്രം എന്നാണ് പെൻറ്റഗൺ പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഇറാഖ്, സൗദി തുടങ്ങിയ അമേരിക്കൻ ക്യാമ്പുകളിലും അവിടെയൊക്കെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ക്യാമ്പുകളുണ്ട്. അതുപോലെ തന്നെ കടലിൽ വിന്യസിച്ചിരിക്കുന്ന സന്നാഹങ്ങൾക്കും സംരക്ഷണം തീർക്കുവാൻ കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തുവാൻ അമേരിക്ക തീരുമാനിച്ചു. കര അധിഷ്ഠിത ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ആയുധങ്ങൾ അവിടേക്ക് അയക്കുവാനും അവിടെ സുരക്ഷ ഉറപ്പാക്കുവാനും പെൻറ്റഗൺ ഇറക്കിയ ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പിൽ പറയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയ വാഗ്ദാനങ്ങൾക്ക് അനുസരിച്ചാണ് ഈ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ പുതിയ സൈനിക വിന്യാസം എന്നാണ് പറയുന്നത്. ഓർക്കണം, ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയ വാക്ക് പാലിക്കുവാനാണ് മിഡിൽ ഈസ്റ്റിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വമ്പിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും നടക്കാത്ത രീതിയിലുള്ള സൈനിക വിന്യാസം നടക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഈ ആയുധ സന്നാഹവും ഈ യുദ്ധസന്നാഹവും എല്ലാം തിരിച്ചടി നൽകുവാൻ ഉപയോഗിക്കും. തുടക്കത്തിലെ തന്നെ, യുദ്ധത്തിന്റെ ആരംഭത്തിലെ തന്നെ ഇറാനെ പരാജയപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ സന്നാഹങ്ങളുടെ ലക്ഷ്യം. ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇറാനെതിരെ US ഫൈറ്ററുകളും ഡ്രോണുകളും ആക്രമണം നടത്താനും പദ്ധതിയിടുന്നു. ഫൈറ്റർ ജെറ്റ് സ്ക്വാഡൺ എവിടെ നിന്നാണോ വരുന്നത്, ഇത് മിഡിൽ ഈസ്റ്റിൽ എവിടെയാണോ സ്ഥാപിക്കുക എന്ന് പെൻറ്റഗൺ വ്യക്തമാക്കിയിട്ടില്ല. മേഖലയിലെ നിരവധി സഖ്യകക്ഷികൾ ഇപ്പോഴും US സൈനിക സേനയെ ആധാരമാക്കി പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. ഇത് പ്രധാനമായിട്ടും നാറ്റോ കക്ഷികളാണ്. പാട്രിയറ്റ് അല്ലെങ്കിൽ ടാഡ് എന്നറിയപ്പെടുന്ന ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് പോലുള്ള കര അധിഷ്ഠിത ബാലിസ്റ്റിക് പ്രതിരോധ മിസൈൽ സംവിധാനം പെൻറ്റഗണിൻ്റെ ഓപ്ഷനിലുണ്ട്. ഇത് രണ്ടും പ്രത്യേക ട്രെയിലർ അടിസ്ഥാനമാക്കി മൊബൈൽ ലോഞ്ചിങ് സിസ്റ്റത്തിൽ നിന്ന് ഇന്റർസ്പെക്ടർ മിസൈലുകളായിട്ട് വിക്ഷേപിക്കുന്നതാണ്. ഇതിൻ്റെ വലിയ ശേഖരം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുവാൻ പെൻറ്റഗൺ തീരുമാനിച്ചിരിക്കുകയാണ്. മേഖലയിൽ പ്രതിരോധം വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവയുൾപ്പെടെ ഇറാനിൽ നിന്നുള്ള എല്ലാ ഭീഷണികൾക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ച് ഇപ്പോൾ പറയുകയാണ്. വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനയിലൂടെ നീക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നും പെൻറ്റഗൺ വക്താവ് സബ്രീന സിംഗ് വെള്ളിയാഴ്ച മാധ്യമങ്ങളോടായിട്ടുള്ള പത്രക്കുറിപ്പിൽ പറഞ്ഞു. ഇസ്രായേലിന് കൂടുതൽ പിന്തുണ നൽകും, മേഖലയിൽ കൂടുതൽ US സൈനികർക്ക് പ്രാതിനിധ്യം കൊടുക്കും, മേഖലയിൽ ഇപ്പോൾ തന്നെ ക്യാമ്പ് ചെയ്യുന്ന US സൈനികരുടെ സംരക്ഷണം വർദ്ധിപ്പിക്കും എന്നും
അമേരിക്കയുടെ സൈനിക വക്താവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയിൽ ഓസ്റ്റിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സൈനിക പ്രതിരോധ ഉദ്യോഗസ്ഥർ, അധിക കപ്പലുകൾ, യുദ്ധവിമാന സ്ക്വാഡുകൾ, ഡ്രോണുകൾ തുടങ്ങിയ അധിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ആളില്ലാ യുദ്ധവിമാനങ്ങൾ, അങ്ങനെ നിരവധി സംവിധാനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ അമേരിക്ക വിന്യസിക്കുന്നത്, അങ്ങോട്ട് നീങ്ങുന്നത്. എന്നാൽ അമേരിക്കയുടെ പുതിയ കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന് വ്യക്തമല്ല. നിലവിൽ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തായിട്ട് അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന കപ്പൽ സംവിധാനങ്ങളും യുദ്ധ പടക്കോപ്പുകളുമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നത്. അമേരിക്കയിൽ നിന്ന് പുതിയതായിട്ടുള്ള കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. US-ന് ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലും മെഡിറ്ററേനിയൻ കടലിലും സ്ഥിരമായിട്ടുള്ള യുദ്ധക്കപ്പൽ സന്നാഹമുണ്ട്. അതിൽ നിരവധി നാവികസേന ഡിസ്ട്രോയർ, USS റൂസ്വെൽറ്റ്, USS ബൾക്കി, അങ്ങനെ കൂടാതെ USS വാസ്പ്, USS ന്യൂയോർക്ക് എന്നിവ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ പുതിയ സന്നാഹം കൂടി മിഡിൽ ഈസ്റ്റിലേക്കും ഗൾഫ് കടലിലേക്കും വരുമ്പോൾ അമേരിക്കയുടെ ആയുധപ്പുര ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് തന്നെ ആവുകയാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ കടൽ അമേരിക്കയുടെ ആയുധങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഒരു ശേഖരമായി മാറുകയാണ്. അമേരിക്കൻ ആയുധ സ്റ്റോക്കും കപ്പൽ വ്യൂഹവും എല്ലാം മിഡിൽ ഈസ്റ്റിൽ നിറയുമ്പോൾ ലോകം ഇന്നുവരെ കാണാത്ത വൻ യുദ്ധസന്നാഹമായിരിക്കും ഒരുക്കുക. നിലവിൽ മിഡിൽ ഈസ്റ്റിലുള്ള 2 US നേവി ഡിസ്ട്രോയറുകൾക്ക് വടക്കൻ ചെങ്കടലിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് അവിടെ സജ്ജമാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഈ ആഴ്ച തീവ്രവാദി മേധാവികളെ കൊന്നതിന് ഇറാൻ പ്രതികാരം ചെയ്യും. ആ പ്രതികാരത്തിന് ഇറാൻ മുതിർന്നിട്ടുണ്ട് എങ്കിൽ തത്സമയത്ത് തന്നെ ഇറാനെ അമർച്ച ചെയ്യുക, ആക്രമണങ്ങളെ ഇല്ലാതാക്കുക എന്നാണ് ഈ സന്നാഹങ്ങളുടെ ലക്ഷ്യം. ഇതിനിടെ ഇസ്രായേൽ ഒരു പ്രാദേശികമായിട്ടുള്ള പ്രതിരോധം തീർക്കുവാൻ ജെറുസലേമിൽ വലിയ സന്നാഹം തീർക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവാണ്. കാലങ്ങളായി അമേരിക്ക ഇറാനിട്ട് ഒരു പണി കൊടുക്കുവാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഉചിതമായ സമയമായി അമേരിക്ക കണക്കാക്കുകയാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാൻ തന്നെ എന്ന ഒരു രീതിയിൽ പറയാം. IS ഭീകരർ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരെ വധിച്ചത് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹൂതികളുമാണ്. ഈ വൈരാഗ്യം ചാരം മൂടിയ കനൽ പോലെ അമേരിക്ക സൂക്ഷിച്ചത് ഇപ്പോൾ ഊതി പുറത്തെടുക്കുകയാണ്. വൈറ്റ് ഹൗസ് പറയുന്നതനുസരിച്ച് ഇറാന്റെ കൈവശം ബാലിസ്റ്റിക് മിസൈൽ ആയിരക്കണക്കിനുണ്ട്. ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ 100-നും 500-നും വരെ ഇടയിലുള്ള മിസൈൽ ഇറാൻ തൊടുത്തേക്കാം. ഇതൊരു പക്ഷേ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കോപ്പുകൾക്ക് നേരെ വരാം, അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ വരാം. അതെല്ലാം പ്രതിരോധിച്ച ആകാശത്ത് വെച്ച് തന്നെ തകർക്കുക. ഇറാന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിൽ എത്തണമെങ്കിൽ ജോർദാനോ ലെബനോനോ ഒക്കെ കടന്നു വേണം എത്തുവാൻ. ഇത്തരത്തിൽ ജോർദാനോ ലെബനോനോ കടന്നു വരുന്ന യുദ്ധവിമാനങ്ങളെ ആകെ ചെയ്യുവാൻ സാധിക്കുക മിസൈൽ അയച്ച് ഒരു യുദ്ധത്തിനെ സാധ്യതയുള്ളൂ. മിസൈലിനേക്കാൾ ഏറെ വേഗത കുറവാണ് ഫൈറ്റർ ജെറ്റുകൾക്ക്. അതിനാൽ തന്നെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരുപക്ഷെ ഇറാന്റെ അതിർത്തിയിൽ തന്നെ അത് വെടിവെച്ചിടുവാൻ, അല്ലെങ്കിൽ ആരോ 3 മിസൈലുകൾ വിട്ട് തകർക്കുവാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 2 ഡസൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വീഴ്ത്തി കഴിഞ്ഞാൽ ഇറാന്റെ ചിറകൊടിയും ഇറാൻ പിന്നെ നിശബ്ദമാകും എന്ന് അമേരിക്ക കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഫൈറ്റർ ജെറ്റുകൾ വിട്ട് അതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ ഇറാൻ തയ്യാറാകില്ല. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുവാനാണ് സാധ്യത. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും സാധ്യമായ അത്തരത്തിലുള്ള എല്ലാ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ US സൈനിക വിന്യാസങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി, വൈറ്റ് ഹൗസുമായി ചർച്ച ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞത് അമേരിക്കയാണ്. ഇത് ഇറാനിൽ നിന്നും വന്നതാണ്. ആകാശത്ത് വെച്ച് തന്നെ അമേരിക്ക ഇതെല്ലാം തകർക്കുകയായിരുന്നു. ഇസ്രായേലിൻ്റെ കടലും ആകാശവും ഇപ്പോൾ ഒരു ഉരുക്ക് താഴികക്കുടം പോലെ അമേരിക്ക സംരക്ഷിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഇപ്പോഴും ഇസ്രായേൽ തീരത്ത്, ഇസ്രായേലിൻ്റെ കടലിൽ അമേരിക്ക ക്യാമ്പ് ചെയ്യിപ്പിക്കുകയാണ്. ഇത്രയും കടുത്ത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണം അമേരിക്ക പറയുന്നുണ്ട്. ഒരു യുദ്ധം തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ഇറാനെ അടിച്ചൊതുക്കുക, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റും ഏഷ്യയും യൂറോപ്പും എല്ലാം യുദ്ധത്തിൻ്റെ വലിയൊരു തീയിലേക്ക് ബാധിക്കും. ഇറാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കുചേരും. ലോകക്രമത്തെ ഇത് ബാധിക്കും. ഇറാന്റെ യുദ്ധം ഇറാനിൽ തന്നെ ഒതുക്കുക. തുർക്കിക്കും ഖത്തറിനും അതുപോലെ പാകിസ്ഥാൻ, ഇറാനെ അനുകൂലിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കും ഇതിലേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക. ഇറാന് പിന്തുണയുമായി ഇറാന്റെ കൂട്ടുകാർ വരുന്നത് തടയുക. അതിനാൽ തന്നെ ലോകം നിലനിർത്താൻ, ഏഷ്യയുടെ സമാധാനം നിലനിർത്താൻ, മിഡിൽ ഈസ്റ്റിൻ്റെയും യൂറോപ്പിൻ്റെയും ക്രമം തകരാതിരിക്കുവാൻ അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്മവ്യൂഹം തീർക്കലാണ് എന്നാണ് അമേരിക്കയുടെ നിലപാട്.
ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾക്കെതിരായ സമീപകാല ആക്രമണങ്ങൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റിൽ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് US ഇപ്പോൾ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സന്നാഹങ്ങളെല്ലാം ഒരുക്കിയാലും ഇറാനെതിരെ അമേരിക്ക യുദ്ധം ചെയ്യുകയില്ല എന്നാണ് സൂചനകൾ. കാരണം പറയുന്നത്, അമേരിക്ക ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും യുദ്ധം ചെയ്ത് അത് വിജയമാണോ പരാജയമാണോ എന്ന് വ്യക്തമല്ല. അതിലെ ഒരുപാട് കയ്പ് അനുഭവങ്ങൾ അമേരിക്കയുണ്ട്. അമേരിക്ക ഇസ്രായേലിൽ ഗാസയിൽ സ്വീകരിച്ച മാർഗം ഇസ്രായേലിന് ആയുധവും പണവും അതുപോലെ തന്നെ പിന്തുണയും എല്ലാം നൽകി. ലോകത്ത് ഒരു പബ്ലിക് സപ്പോർട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് അമേരിക്ക രൂപപ്പെടുത്തി. നാറ്റോ കക്ഷികളുടെ ഒരു സഹായം അമേരിക്ക വാഗ്ദാനം ചെയ്ത് നടപ്പാക്കി. അങ്ങനെ എല്ലാം നൽകി ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക യുദ്ധം ചെയ്യിപ്പിക്കുകയായിരുന്നു. അതേസമയം ഇസ്രായേലിന് പുറത്ത് ഒരു പുറംചട്ട പോലെ നിന്ന് കവചമായി അമേരിക്ക നിന്നു. ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു മാർഗമാണ് ഇറാനിലും സ്വീകരിക്കുന്നത്. ഇറാന്റെ ചുറ്റും പത്മവ്യൂഹം തീർത്ത് അമേരിക്ക നിൽക്കുന്നു. ഇവിടെ കയറിയടിക്കുവാൻ ഇസ്രായേലിനെ അനുവദിക്കുന്നു. ഈ സമയത്ത് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചാക്രമണം ഉണ്ടാകാതിരിക്കാനും ഇറാന്റെ പ്രോക്സികളും ഇറാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കി ഇസ്രായേലിനെ തുറന്ന ആക്രമണത്തിന് ഒരു ഹോട്ട് ലൈൻ ഇറാനിലേക്ക് സ്ഥാപിക്കുക, അങ്ങനെ ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക. ഈ ഒരു തന്ത്രം, ഗാസയിലെ തന്ത്രം ഇറാനിലും അമേരിക്ക പുറത്തെടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിനിടെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ മിസൈലുകൾ സ്ഥാപിക്കാൻ UK-യും ഗൾഫ് രാജ്യങ്ങളും അതുപോലെ ഈജിപ്തും ജോർദാനും സന്നദ്ധമായിട്ടുണ്ട്. ഇവിടെയെല്ലാം ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലെ യൂണിറ്റുകൾ സ്ഥാപിക്കുവാൻ അവർ അമേരിക്കയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം അമേരിക്കയ്ക്ക് യുദ്ധകാര്യങ്ങൾക്കുള്ള നയതന്ത്ര നീക്കം സാധിക്കും എന്നുള്ളതാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ പ്രതികരിക്കുന്നത്, രാജ്യത്ത് ഭീഷണിയുണ്ട്, ഇസ്രായേലിന് കനത്ത ഭീഷണിയാണ്. ഇസ്രായേലിൽ നിന്ന് ഏത് ഭീഷണി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സൈന്യത്തിന് അറിയാമെന്ന് വീണ്ടും ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തു എന്ന് ഇസ്രായേലിന്റെ സൈനിക വക്താവ് ഇപ്പോൾ അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.